എല്ലാവർക്കും നമസ്കാരം. റീഷാർട്ട് പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പി എസ് സി ബുള്ളറ്റിനിൽ തന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡിഗ്രി ലെവൽ, പ്രിലിംസ്, മെയിൻസ് തുടങ്ങിയ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സാണ്. സയൻസ് ആൻഡ് ടെക്നോളജി ഭാഗത്തിൽ നിന്നാണ് നമ്മൾ ഈ ചോദ്യങ്ങൾ എടുത്തിട്ടുള്ളത്. നമുക്കറിയാം 5 മാർക്കോളമാണ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന ഭാഗത്ത് നിന്ന് നമുക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവാറ്. അപ്പോൾ ഓരോ മാർക്കും വിലപ്പെട്ടതാണ്. ഓരോ മാർക്കും നമ്മുടെ റാങ്കിനെ ഡിസൈഡ് ചെയ്യും. അപ്പോൾ ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോട്ടുകൾ ഉണ്ടാക്കി തന്നെ പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. നമുക്ക് ഈ ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, ചന്ദ്രയാൻ 3ൻ്റെ ദൗത്യ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ കണ്ടെത്തുക എന്നതാണ് ചോദ്യം. ചന്ദ്രയാൻ 3ൻ്റെ ദൗത്യ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ കണ്ടെത്തുക. ഏതൊക്കെയാണ് ഓപ്ഷൻസ് നോക്കാം. ചന്ദ്രോപരിതലത്തിൽ സുരക്ഷിതമായി സോഫ്റ്റ് ലാൻഡിംഗ് സാധ്യമാക്കുക, ചന്ദ്രോപരിതലത്തിലൂടെ റോവർ ഉപയോഗിച്ചുള്ള പരീക്ഷണം, ചന്ദ്രോപരിതലത്തിൽ ശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്തുക. ഇവയെല്ലാം, ഇത്രയാണ് ഓപ്ഷനുകൾ. ഉത്തരം ഇവയെല്ലാമാണ്. ഈ പറഞ്ഞതെല്ലാം ചന്ദ്രയാൻ 3ൻ്റെ ദൗത്യ ലക്ഷ്യങ്ങളാണ്. ചന്ദ്രയാൻ 3നെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം നമുക്ക്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകം ഇറക്കിയ ആദ്യ രാജ്യമാണ് ഇന്ത്യ. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകം ഇറക്കിയ ആദ്യ രാജ്യങ്ങളാണ് ഇന്ത്യ. 41 ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തത്. 41 ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തത്. ദെൻ ബാംഗ്ലൂരിലെ ISRO ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്ക് ആണ് ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡിംഗ് നിരീക്ഷിച്ച സ്ഥാപനം. ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡിംഗ് നിരീക്ഷിച്ച സ്ഥാപനം ISTRAC ആണ്. ബംഗളൂരുവിലെ ISRO ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്ക് ആണ്. ദെൻ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ 4ാമത്തെ രാജ്യവും ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ആദ്യ രാജ്യവുമാണ് ഇന്ത്യ. റഷ്യ, ചൈന, അമേരിക്ക എന്നിവയാണ് മറ്റു രാജ്യങ്ങൾ. സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ മറ്റു രാജ്യങ്ങൾ റഷ്യ, ചൈന, അമേരിക്ക, ഇന്ത്യ, അങ്ങനെ 4 രാജ്യങ്ങളാണ് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയിട്ടുള്ളൂ. ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡർ ഇറങ്ങിയ സ്ഥലം ശിവശക്തി പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡർ ഇറങ്ങിയ സ്ഥലം ശിവശക്തി പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം നോക്കാം. തന്നിരിക്കുന്നവയിൽ ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡർ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. 1 ILSA, ചാസ്തെ, ദെൻ ഷെയ്പ്പ്, രംബ LP എന്നീ 4 ഓപ്ഷനുകളാണ് തന്നിട്ടുള്ളത്. ഉത്തരം ഷെയ്പ്പാണ്. ആകെ 7 പ്രധാന പേലോഡുകളാണ് ചന്ദ്രയാൻ 3 ദൗത്യത്തിൽ ഉണ്ടായിരുന്നത്. ആകെ 7 പേലോഡുകളാണ് ചന്ദ്രയാൻ 3 ദൗത്യത്തിൽ ഉണ്ടായിരുന്നത്. പ്രധാനപ്പെട്ട 7 പേലോഡുകൾ. ദെൻ ചന്ദ്രനിലെ ലേസർ റേഞ്ചിങ് പഠനങ്ങൾക്കായി നാസയിൽ നിന്ന് എത്തിച്ച ഉപകരണമാണ് ലേസർ റെട്രോ റിഫ്ലക്ടർ അറേ, LRA ലേസർ റിട്രോ റിഫ്ലക്ടർ അറേ എന്നത്. ദെൻ ഭൂമിക്ക് പുറത്തുനിന്ന് ഭൂമിയെ നിരീക്ഷിച്ച് ജീവസാന്നിധ്യമുള്ള ഗ്രഹത്തിൻ്റെ പ്രത്യേകതകൾ എന്തെന്ന് പകർത്തുകയാണ് പ്രൊപ്പൽഷൻ മൊഡ്യൂളിലെ പേലോഡായ ഷെയ്പ്പിൻ്റെ സ്പെക്ട്രോ പോളാറിമെട്രി ഓഫ് ഹാബിറ്റബിൾ പ്ലാനറ്റ് എർത്ത് ലക്ഷ്യം. ദെൻ ലാൻഡറിലെ പേലോഡുകൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഷെയ്പ്പ് എന്ന് പറഞ്ഞത് പ്രൊപ്പൽഷൻ മൊഡ്യൂളിലെ പേലോഡാണ് ഷെയ്പ്പ് എന്ന് പറയുന്നത്. ലാൻഡറിലെ പേലോഡുകൾ രംബ LP റേഡിയോ അനാട്ടമി ഓഫ് മൂൺ ബൗണ്ട് ഹൈപ്പർ സെൻസിറ്റീവ് അയണോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ ലാക്മിർ പ്രോബ് എന്നാണ് രംബ LPയുടെ ഫുൾ ഫോം. റേഡിയോ അനാട്ടമി ഓഫ് മൂൺ ബൗണ്ട് ഹൈപ്പർ സെൻസിറ്റീവ് അയണോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ ലാക്മിർ പ്രോബ്. ചന്ദ്രോപരിതലത്തിലെ പ്ലാസ്മയുടെ അയോണുകളും ഇലക്ട്രോണുകളും സാന്ദ്രതയും അതിൻ്റെ മാറ്റങ്ങളും പഠിക്കാനാണ് ഇത് ഉപയോഗിച്ചത്. രംബ LP എന്നത് അയോണുകളുടെ സാന്ദ്രതയും അതിൻ്റെ മാറ്റങ്ങളും പഠിക്കാനാണ് ഉപയോഗിച്ചത്. ദെൻ ചന്ദ്ര സർഫസ് തെർമോസ് ഫിസിക്കൽ എക്സ്പീരിമെൻറ്റ് ചാസ്തെ CHASTE ചന്ദ്ര സർഫസ് തെർമോ ഫിസിക്കൽ എക്സ്പീരിമെൻറ്റ് ചന്ദ്രൻ്റെ ധ്രുവപ്രദേശത്തെ ഉപരിതലത്തിൻ്റെ താപനിലയുടെ പ്രത്യേകതകൾ അളക്കാനാണ് ഉപയോഗിക്കുന്നത്. ദെൻ ഇൻസ്ട്രുമെൻറ്റ് ഫോർ ലൂണാർ സിസ്മിക് ആക്ടിവിറ്റി ILSA ഇൻസ്ട്രുമെൻറ്റ് ഫോർ ലൂണാർ സീസ്മിക് ആക്ടിവിറ്റി ചന്ദ്രനിൽ ലാൻഡർ ഇറങ്ങുന്ന സ്ഥലത്തും പരിസരങ്ങളിലുമുള്ള ഭൂകമ്പ സാധ്യതകൾ അളക്കാനുള്ള ഉപകരണമായിരുന്നു. ദെൻ റോവറിലെ പേലോഡുകൾ കൂടി നോക്കാം നമുക്ക്. ലാൻഡറിലെ നോക്കി, ദെൻ റോവറിലെ പേലോഡുകൾ കൂടി നോക്കാം. ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്റർ APXAS and alpha particle X-ray spectrometer APXS
ചന്ദ്രോപരിതലത്തിലെ ധാതുക്കളുടെ ഘടനയും രാസഘടനയും മനസ്സിലാക്കാനാണ് ഈ പേലോഡ്. ദെൻ ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പി LIBS ലാൻഡർ ഇറങ്ങുന്നതിനു സമീപത്തെ ചന്ദ്രനിലെ മണ്ണിലും പാറകളിലും അടങ്ങിയിരിക്കുന്ന മാഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ, പൊട്ടാസ്യം, കാൽസ്യം, ടൈറ്റാനിയം, ഇരുമ്പ് തുടങ്ങിയ മൂലകങ്ങളുടെ തന്മാത്രാ ഘടനയെക്കുറിച്ച് പഠിക്കുകയാണ് ഇതിൻ്റെ ധർമ്മം. ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം നമുക്ക്. DRDOയെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദ്യം. 1959 DRDO രൂപീകരിച്ചത്. ഇന്ത്യയുടെ തദ്ദേശീയ ആയുധ വികസന നിർമ്മാണ പദ്ധതികൾ നടപ്പിലാക്കുന്ന സ്ഥാപനമാണ് DRDO. ബംഗളൂരു ആണ് DRDOയുടെ ആസ്ഥാനം. ബഹിരാകാശ വകുപ്പിൽ കീഴിലാണ് DRDO പ്രവർത്തിക്കുന്നത്. ഉത്തരം എ ആണ്. 2 മാത്രമാണ്. ഇന്ത്യയുടെ തദ്ദേശീയ ആയുധ വികസന നിർമ്മാണ പദ്ധതികൾ നടപ്പാക്കുന്ന സ്ഥാപനമാണ് DRDO എന്നത് മാത്രമാണ് ശരിയായിട്ടുള്ളത്. DRDO ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ എന്നാണ് പൂർണ്ണരൂപം. DRDO സ്ഥാപിതമായത് 1958 നമ്മുടെ ഓപ്ഷനിൽ 59 എന്നാണ് തന്നിട്ടുണ്ടായിരുന്നത്. ഉത്തരം 58 ആണ്. ന്യൂഡൽഹിയിലാണ് DRDOയുടെ ആസ്ഥാനം. DRDOയുടെ ഭരണപരമായ മേൽനോട്ടം നിയന്ത്രണ ചുമതല കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിനാണ്. അപ്പോൾ ISROവിൻ്റെ കീഴിലല്ല, കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് DRDO പ്രവർത്തിക്കുന്നത്. ദെൻ അടുത്ത ചോദ്യം നോക്കാം. തന്നിരിക്കുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞനിൽ ആർക്കാണ് ഭാരതരത്ന ലഭിച്ചിട്ടുള്ളത്? വിക്രം സാരാഭായ്, ഡോക്ടർ APJ അബ്ദുൽ കലാം, ഹോമി ജെ ഭാവ. ആർക്കാണ്? ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാമിന് മാത്രമാണ് ഭാരതരത്ന ലഭിച്ചിട്ടുള്ളത്. ISRO വികസിപ്പിച്ച ഇന്ത്യയുടെ പ്രഥമ തദ്ദേശീയ ഉപഗ്രഹ വിക്ഷേപണ വാഹനത്തിൻ്റെ SLV-3 പ്രൊജക്ട് ഡയറക്ടറായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. പൃഥ്വി, അഗ്നി എന്നീ മിസൈലുകൾ വികസിപ്പിക്കുന്നതിൽ അദ്ദേഹം മുഖ്യ പങ്കുവഹിച്ചു. 1998 പൊക്രാനിലെ ആണവ പരീക്ഷണത്തിന് ചുക്കാൻ പിടിച്ചത് ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. 1998 പൊക്രാനിലെ ആണവ പരീക്ഷണത്തിന് ചുക്കാൻ പിടിച്ചതും ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു APJ അബ്ദുൽ കലാം. ദെൻ മെർക്കുറസ്. അടുത്ത ചോദ്യം. മെർക്കുറസ് നൈട്രേറ്റ് എന്ന സംയുക്തം കണ്ടുപിടിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം പ്രഫുല്ല ചന്ദ്ര റോയ് ആണ് മെർക്കുറസ് നൈട്രേറ്റ് എന്ന സംയുക്തം കണ്ടുപിടിച്ചത്. ഇന്ത്യൻ രസതന്ത്രത്തിൻ്റെ പിതാവ് എന്ന് പ്രഫുല്ല ചന്ദ്ര റായ് അറിയപ്പെടുന്നു. സൂര്യരശ്മികളുടെ ഭാരവും മർദ്ദവും അളക്കുന്ന ഉപകരണം നിർമ്മിച്ചത് മേഘനാഥ് സാഹയാണ്. സൂര്യരശ്മികളുടെ ഭാരവും മർദ്ദവും അളക്കുന്ന ഉപകരണം നിർമ്മിച്ചത് മേഘനാഥ് സാഹ. ഇന്ത്യൻ ആണവോർജത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹോമി ജെ ഭാവയാണ്. ഇന്ത്യൻ ആണവോർജത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹോമി ജെ ഭാഭ. ക്വാണ്ടം മെക്കാനിക്സിൽ സംഭാവനകൾ നൽകിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് സത്യേന്ദ്രനാഥ് ബോസ്. ക്വാണ്ടം മെക്കാനിക്സിൽ സംഭാവനകൾ നൽകിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ സത്യേന്ദ്രനാഥ് ബോസ്. വിക്രം എസ് റോക്കറ്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നതാണ് ചോദ്യം. വിക്രം എസ് എന്ന റോക്കറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ നോക്കാം. ഇന്ത്യയിൽ വികസിപ്പിച്ച ആദ്യ സ്വകാര്യ റോക്കറ്റ് 2022 ഫെബ്രുവരി 14 വിക്ഷേപിച്ചു. ISRO നിർമ്മിച്ച ആദ്യ ഡിമാൻഡ് ഡ്രിവൺ ഉപഗ്രഹമാണ്. വിക്ഷേപണ സ്ഥലം തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ, ടേൾസ്, തിരുവനന്തപുരം. ഇതിൽ ശരിയായ ഉത്തരം ഇന്ത്യയിൽ വികസിപ്പിച്ച ആദ്യ സ്വകാര്യ റോക്കറ്റാണ് വിക്രം എസ് എന്നത് മാത്രമാണ്. മറ്റ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. വിക്രം എസിനെ പറ്റിയിട്ടുള്ളത്. ഹൈദരാബാദ് ആസ്ഥാനമായ സ്കൈറൂട്ട് എയ്റോസ്പേസ് ആണ് വിക്രം എസ് നിർമ്മിച്ചത്. ഹൈദരാബാദ് ആസ്ഥാനമായ സ്കൈറൂട്ട് എയ്റോസ്പേസ് ആണ് വിക്രം എസ് നിർമ്മിച്ചത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നും 2022 നവംബർ 18 വിക്രം എസ് വിക്ഷേപിച്ചത്. 2022 നവംബർ 18 ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക, ഡേറ്റ് ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നും 2022 നവംബർ 18 വിക്രം എസ് വിക്ഷേപിച്ചത്. പ്രാരംഭ് എന്നാണ് വിക്രം എസ് വിക്ഷേപണ ദൗത്യത്തിന് നൽകിയ പേര്. ദെൻ ISRO നിർമ്മിച്ച ആദ്യ ഡിമാൻഡ് ഡ്രിവൺ ഉപഗ്രഹമാണ് GSAT 24. GSAT 24 ആണ് ISRO നിർമ്മിച്ച ആദ്യത്തെ ഡിമാൻഡ് ഡ്രിവൺ ഉപഗ്രഹം. ദെൻ അടുത്ത ചോദ്യം നോക്കാം. ഗഗൻയാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. ഗഗൻയാൻ പദ്ധതിക്ക് വേണ്ടി ISROയുമായി സഹകരിച്ച രാജ്യങ്ങൾ അമേരിക്കയും റഷ്യയും. ഗഗൻയാൻ പദ്ധതി പ്രഖ്യാപിച്ചത് 2018 ഓഗസ്റ്റ് 15. ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയ മലയാളി ശാസ്ത്രജ്ഞ VR ലളിതാംബിക. ഗഗൻയാൻ പദ്ധതിയുടെ നടപ്പിനായി ISRO രൂപീകരിച്ച സ്ഥാപനം ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്.
ഉത്തരം 2ഉം 3ഉമാണ് ശരി. ഗഗൻയാൻ പദ്ധതി പ്രഖ്യാപിച്ചത് 2018 ഓഗസ്റ്റ് 15 എന്നത് ശരിയാണ്. ദെൻ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയ മലയാളി ശാസ്ത്രജ്ഞ VR ലളിതാംബിക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണത്, ശ്രദ്ധിച്ചു വയ്ക്കാം. ദെൻ നമുക്ക് ബാക്കി കാര്യങ്ങൾ കൂടി നോക്കാം. റഷ്യയും ഫ്രാൻസുമാണ് ഗഗൻയാൻ ദൗത്യത്തിന് ISROയുമായി സഹകരിക്കുന്നത്. അമേരിക്കയല്ല, റഷ്യയും ഫ്രാൻസുമാണ് ഗഗൻയാൻ ദൗത്യത്തിന് ISROയുമായി സഹകരിക്കുന്നത്. ഗഗൻയാൻ പദ്ധതിയുടെ പ്രൊജക്ട് ഡയറക്ടറായ മലയാളി R ഹട്ടനാണ്. ഗഗൻയാൻ പദ്ധതിയുടെ പ്രൊജക്ട് ഡയറക്ടറായ മലയാളി R ഹട്ടനാണ്. മലയാളി ശാസ്ത്രജ്ഞൻ നേതൃത്വം നൽകിയ മലയാളി ശാസ്ത്രജ്ഞ VR ലളിതാംബിക തന്നെയാണ് പ്രൊജക്ട് ഡയറക്ടർ R ഹട്ടൻ. ദെൻ ഗഗൻയാൻ പദ്ധതിയുടെ നടത്തിപ്പിനായി രൂപീകരിച്ച സ്ഥാപനം ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻ്ററാണ്. HSFC ബംഗളൂരുവിലെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻ്ററാണ് ഗഗൻയാൻ പദ്ധതിയുടെ നടത്തിപ്പിനായി രൂപീകരിച്ച സ്ഥാപനം. ദെൻ ഗഗൻയാൻ പദ്ധതിയുടെ ദൗത്യത്തിനായി തിരഞ്ഞെടുത്ത ബഹിരാകാശ സഞ്ചാരികൾ പ്രശാന്ത് ബാലകൃഷ്ണൻ കേരളത്തിൽ നിന്നുമാണ്, ഗ്രൂപ്പ് ക്യാപ്റ്റനാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ. അജിത് കൃഷ്ണൻ ചെന്നൈയിൽ നിന്നും ഗ്രൂപ്പ് ക്യാപ്റ്റനാണ് അദ്ദേഹം. അങ്കദ് പ്രതാപ് ഉത്തർപ്രദേശിൽ നിന്നും ഗ്രൂപ്പ് ക്യാപ്റ്റനാണ്. ശുഭാംശു ശുക്ല ഉത്തർപ്രദേശിൽ നിന്നും വിംഗ് കമാൻഡറാണ് ശുഭാംശു ശുക്ല. അപ്പോൾ ഇത്രയാണ് ചോദ്യങ്ങൾ. ഒരു ടോപ്പിക് കൂടിയുണ്ട്, ചന്ദ്രയാൻ മിഷൻ ഡയറക്ടർ ആരാണ് എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. ചന്ദ്രയാൻ 3ൻ്റെ വിക്ഷേപണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തിയത് 2023 ഓഗസ്റ്റ് 23 ലിക്വിഡ് ഹൈഡ്രജനാണ് ഇന്ധനമായി ഉപയോഗിച്ചത്. P വീരമുത്തുവേലായിരുന്നു മിഷൻ ഡയറക്ടർ. GSLV F-14 എന്ന വിക്ഷേപണ വാഹനം ഉപയോഗിച്ചു. ഉത്തരം ലിക്വിഡ് ഹൈഡ്രജനാണ് ഇന്ധനമായി ഉപയോഗിച്ചത് എന്നത് മാത്രമാണ് ഇവിടെ ശരി. ബാക്കി കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. ജൂലൈ 14 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേറ്റ് ആണ്, ശ്രദ്ധിച്ചു വയ്ക്കുക. 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. LVM-3M4 ആയിരുന്നു ചന്ദ്രയാൻ 3ൻ്റെ വിക്ഷേപണ വാഹനം. LVM-3M4 ആയിരുന്നു ചന്ദ്രയാൻ 3ൻ്റെ വിക്ഷേപണ വാഹനം. ദെൻ അടുത്ത ചോദ്യം അടുത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. S മോഹനകുമാറാണ് ചന്ദ്രയാൻ 3ൻ്റെ മിഷൻ ഡയറക്ടർ. ചന്ദ്രയാൻ 3ൻ്റെ മിഷൻ ഡയറക്ടർ ആരായിരുന്നു? S മോഹനകുമാർ ആയിരുന്നു. ദെൻ ചന്ദ്രയാൻ 3ൻ്റെ പ്രൊജക്ട് ഡയറക്ടർ P വീരമുത്തുവേലാണ്. പ്രൊജക്ട് ഡയറക്ടറാണ് P വീരമുത്തുവേൽ. അദ്ദേഹം മിഷൻ ഡയറക്ടർ അല്ല. മിഷൻ ഡയറക്ടർ ആരായിരുന്നു? S മോഹനകുമാറാണ്. P വീരമുത്തുവേൽ പ്രൊജക്ട് ഡയറക്ടറാണ്. അപ്പോൾ പേര് തന്നിട്ട് അവരുടെ പൊസിഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് മാറിപ്പോകരുത്. S മോഹനകുമാർ ചന്ദ്രയാൻ 3ൻ്റെ മിഷൻ ഡയറക്ടർ. ചന്ദ്രയാൻ 3ൻ്റെ പ്രൊജക്ട് ഡയറക്ടർ P വീരമുത്തുവേൽ. ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്ന സമയത്ത് ISRO ചെയർമാൻ P സോമനാഥ് ആയിരുന്നു. അത്രയാണ് നമുക്ക് ഇന്നത്തെ ഈ ടോപ്പിക്കിൽ ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ചന്ദ്രയാൻ 3ഉം ISRO DRDO തുടങ്ങിയ ടോപ്പിക്കുകളിൽ നിന്ന് നമ്മളെടുത്തിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ്. PSC ബുള്ളറ്റിനിൽ തന്നിട്ടുള്ള ചോദ്യങ്ങളാകുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വരുന്ന പോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലുള്ള ചോദ്യങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ടതാണ്. നോട്ടുകൾ തയ്യാറാക്കി തന്നെ പഠിക്കുക. ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക്